വടക്കേ മലബാറിലെ സാധാരണക്കാരായ രോഗികളേറെ ആശ്രയിക്കുന്ന പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ഈ ദുരവസ്ഥ. ഈ സാധാരണക്കാർ രോഗികൾ 1, 2, 3 ദിവസങ്ങളായി തറയിലാണ് കിടക്കുന്നത്. അവിടെ വെച്ചാണ് അവർക്ക് ചികിത്സയും നൽകുന്നത്. പനി ബാധിച്ചെത്തിയവർ, നെഞ്ചുവേദന അനുഭവപ്പെട്ടെത്തിയവർ, അവരെയൊക്കെ നിലത്ത് കിടത്തുന്നു. അവിടെ വെച്ച് അവർക്ക് ട്രിപ്പ് നൽകുന്നു. ഈ കുറേ ദിവസമായി ഈ നിലത്ത് തറയിൽ പാവിരിച്ച് കിടന്നതുകൊണ്ട് പലർക്കും നടുവേദന അടക്കം അനുഭവപ്പെടുന്നു. അങ്ങനെ ചിലർ അവിടെ മെഡിക്കൽ ആവശ്യങ്ങൾക്കായി പഞ്ഞി വാങ്ങിയതിൻ്റെ ഒരു കെട്ടൊക്കെ ഉണ്ട്. ആ കെട്ടിന് മുകളിലൊക്കെയാണ് രാത്രി കിടക്കുന്നത്. അതിൻ്റെ മുകളിൽ വലിയൊരു ആൾക്കൂട്ടം തന്നെ രാത്രി കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അടിയന്തരമായ പരിഹാരം വേണമെന്നാണ് രോഗികളുടെ ആവശ്യം. പ്രധാനമായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് പരമാവധി 1000 കിടക്കകളാണ് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലുള്ളത്. അത് നിറഞ്ഞു. പ്രത്യേകിച്ച് കൂടുതൽ രോഗികൾ എത്തുന്നു. അതുകൊണ്ട് മറ്റ് സൗകര്യങ്ങളില്ല. അതുകൊണ്ട് ഈ രോഗികളുടെ സമ്മതപ്രകാരമാണ് അവരെ ഈ നിലത്ത് കിടത്തി ചികിത്സിക്കുന്നതെന്നതാണ് നമ്മളവിടെ എത്തിയപ്പോൾ കാണാൻ സാധിച്ചത്. 8ാം നിലയിലും 7ാം നിലയിലും ഒക്കെയായി ഈ വാർഡിന് മുന്നിൽ തറയിൽ ആണ് പാവിരിച്ച് രോഗികളെ കിടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അടിയന്തര പരിഹാരം വേണം. പ്രത്യേകിച്ചും സാധാരണക്കാർ രോഗികളേറെ എത്തുന്ന ഒരു ആശ്രയ കേന്ദ്രമാണ്. അവിടെയാണ് ഈ ദുരവസ്ഥ. ഏതായാലും നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് നമ്മൾ പറയുമ്പോഴും ഇത്തരം വിഷയങ്ങളിൽ കൂടി കൂടുതൽ ഇടപെടൽ വേണം എന്നതാണ് രോഗികളുടെ ആവശ്യം. കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാഴിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.